ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കളരിക്കൽ എൻ്റെ കൂടെ താമസിക്കുന്നത് ഞാൻ സ്നേഹിച്ച പെണ്ണല്ല. എൻ്റെ കൂടെ വന്നത് എന്നെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചത്, ജീവിതത്തിലെ ചെറിയ ചെറിയ കുറുമ്പുകളും കുസൃതികളും ഒക്കെ എനിക്ക് കാണിച്ചു തന്നത് ഗാഥയല്ല, ഈ നിൽക്കുന്ന കൃഷ്ണയെ. നവീൻ, ഈ മുറിയിലെന്തോ എനിക്ക് എന്തോ ശ്വാസം മുട്ടുന്നത് പോലെ. ഇവിടെ ഒരു കുഴപ്പമില്ല, താൻ അങ്ങനൊന്നും പറയല്ലേ. അല്ല, എന്നാ പിന്നെ ഞാൻ പുറത്തിറങ്ങട്ടെ. എന്താടോ ഇത്? മനസ്സിന്റെ തോന്നലുകൾ ശരിയാവാൻ വേണ്ടിയല്ലേ മരുന്നൊക്കെ കഴിച്ചു തുടങ്ങിയത്? എന്നിട്ട് വീണ്ടും അങ്ങനെയൊക്കെ തന്നെ ആവണോ? സോറി, എനിക്ക് ഈ മരുന്നുമായിട്ടൊന്നും പൊരുത്തപ്പെടാതെ ശരിയാവില്ല. സോറി. എന്തു വെച്ചു മോളെ? എന്താ ഇങ്ങോട്ട് പോന്നേ? വേറൊന്നുമില്ലമ്മേ, മരുന്ന് കഴിച്ച് അയാൾ ഓക്കെ ആവുന്നതേ ഉള്ളൂ. തലയ്ക്കൊരു ഭാരം പോലെയെന്ന് പറഞ്ഞു. അയാൾ കുറച്ചേരം ഇരിക്കട്ടെ. മോളെ, കാര്യമായിട്ടുള്ള പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. അങ്ങനെയൊന്നുമില്ല അമ്മേ, എനിക്കെന്തോ തലയ്ക്ക് ഭാരമുള്ളത് പോലെ. സാരമില്ല, അമ്മയും നവീനും കൂടെ ഉണ്ടല്ലോ, പിന്നെന്താ. കഥ ഒരു കുഴപ്പമില്ലടോ, ഐ ആം വിത്ത് യു. ഇന്നത്തോടെ ഈ മരുന്ന് കഴിക്കുന്ന ശീലം നമുക്ക് ഓക്കെ ആക്കി എടുക്കാം. ഇനിയിപ്പോ ഞാൻ തൻ്റെ അടുത്ത് നിന്ന് എങ്ങോട്ടേക്കും പോകാനും പോകുന്നില്ല. പിന്നെ മരുന്നേറ്റ് തുടങ്ങിയും തോന്നുന്നു അല്ലേ ഉദേട്ടാ? പിന്നെ ഇനി പതിയെ പതിയെ അതിന്റെ ഡോസ് കുറേശ്ശെ കൂട്ടി കൂട്ടി കൊടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോ അവള് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോവും. അമ്മേ, ഇന്ന് രാത്രി തന്നെ അവക്ക് വട്ട് തുടങ്ങോ? ഇങ്ങനെ ആക്രാന്തം കാണിക്കാതടി. ഒരു കാര്യം തുടങ്ങി വെച്ചാ അതിനുള്ള സമയം കൊടുക്കണ്ടേടി. അവള് സമയം എടുത്തോട്ടെ. ഇപ്പൊ തന്നെ നവീനെ സുമിത്രയും വെറുപ്പിക്കണമെന്ന് നമ്മള് നിർബന്ധം പിടിക്കണ്ട. കൊച്ചു കുട്ടിയല്ലേടി, നമ്മുടെ സിത്താരുടെ മോളല്ലേ. കഴുത്തറുക്കുമ്പോഴും ഇത്തിരി സൂക്ഷിച്ച് അധികം വേദനിപ്പിക്കാതെ കഴുത്തറുക്കണം മോളെ. അതാണ് പഠിക്കേണ്ടത്. അതിന് നിന്റെ അമ്മയേക്കാൾ പറ്റിയ ഒരു ഗുരു വേറെ എങ്ങും ഇല്ല മോളെ. ഈ ലോകത്ത് ഒരെണ്ണത്തിനേ എടുക്കാനില്ല. ദക്ഷിണ വച്ച് തൊഴുവണം. അതെ, ഇനി ഇതും പറഞ്ഞ് തമ്മി തല്ലണ്ട. അവളുടെ അവസ്ഥ എന്താണെന്ന് പോയി നോക്ക്. സോറി നവീൻ. എടോ, താനങ്ങനെ സോറി പറഞ്ഞോണ്ടിരിക്കണ്ട. എനിക്ക് യാതൊരു വിഷമവുമില്ല. അരുത്. എത്ര ദൂരം ഞാൻ അലഞ്ഞെന്നറിയാമോ? എവിടെയൊക്കെ പോയെന്നറിയാമോ? ഇനി എന്റെ മുന്നിൽ നിന്ന് പോരുത്. നവീൻ, കളരിക്കൽ എൻ്റെ കൂടെ താമസിക്കുന്നത് ഞാൻ സ്നേഹിച്ച പെണ്ണല്ല. എൻ്റെ കൂടെ വന്നത് എന്നെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചത്, ജീവിതത്തിലെ ചെറിയ ചെറിയ കുറുമ്പുകളും കുസൃതികളും ഒക്കെ എനിക്ക് കാണിച്ചു തന്നത് ഗാഥയല്ല, ഈ നിൽക്കുന്ന കൃഷ്ണയെ. ഞാൻ താലി കെട്ടിയ എന്റെ കൃഷ്ണയെ തേടിയ ഞാനിപ്പോ വന്നത്. നവീൻ, നവീൻ പറഞ്ഞതൊക്കെ പക്ഷേ ഞാനൊരു വാടകക്കാരി മാത്രമായിരുന്നു. അങ്ങനെ നോക്കുമ്പോ നവീനെയും കുടുംബത്തെയും ചതിച്ചവളാണ് ഞാൻ. നിങ്ങൾ എന്നോട് പ്രതികാരമല്ലേ ചെയ്യണ്ടേ? തന്നോട് പ്രതികാരം ചെയ്യാനോ? എനിക്കത് പറ്റുമോ കൃഷ്ണ? എന്റെ പ്രാണന, എന്നെ വിട്ട് പോരുത്.
നവീൻ, ഗാഥ നല്ല കുട്ടിയാ. ഗാഥ നവീനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് ഗാഥയെ ചതിക്കാനൊന്നും പറ്റില്ല. കാരണം അവൾ എന്റെ കൂടെ പിറപ്പാ. കൃഷ്ണ, ജീവിതം ഒന്നേ ഉള്ളൂ. അതിഷ്ടപ്പെട്ട ജീവിതം ജീവിച്ചു തീർക്കാൻ വേണ്ടിയുള്ളതാ. താൻ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം പൂർണ്ണമാവത്തില്ല. നവീൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടോ എന്നെ? എൻ്റെ ജീവനേക്കാളും എനിക്ക് തന്നെ ഇഷ്ടമാണ്. നവീൻ, കൃഷ്ണ, താൻ എനിക്ക് വേണ്ടി ജനിച്ചവളാ. അതുകൊണ്ടാ ദൈവം തന്നെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നത്. കളരിക്കലെ സർപ്പശാപം തീർത്തവളാ. ജാതകങ്ങളും രാശിയും എല്ലാം പറയുന്നത് സർപ്പശാപം തീർത്ത പെൺകുട്ടിക്ക് മാത്രമേ നവീനൊപ്പം ജീവിക്കാൻ പറ്റുമെന്ന. അത് താനല്ലേ? ഈ താലിക്ക് താൻ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ സ്നേഹത്തിന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ വേണം കൃഷ്ണ. ഒടുവിൽ ഞാൻ എൻ്റെ പെണ്ണിനെ കണ്ടെത്തി. അവളെ എൻ്റെ മുന്നിൽ എത്തിച്ച നാഗദൈവങ്ങളുടെ അതേ നടയില്ല. ഒരു പ്ലേറ്റ് എടുത്ത് ചേച്ചിക്ക് കൂടെ കഴിച്ചൂടെ? വേണ്ട, നീ കഴിക്കും. കാലം എത്ര മാറിയാലും ഈ ശീലങ്ങളൊന്നും മാറില്ല. എന്ത് ചെയ്യാനാ? ആ പിന്നെ ചേച്ചി, നമ്മുടെ മാർക്കറ്റിന് അപ്പുറത്ത് കിടക്കുന്ന 25 ഏക്കർ വസ്തുവില്ലേ, അത് വിറ്റാലൊന്നൊരു ആലോചനയുണ്ട്. ഇപ്പൊ എന്തിനത് വെക്കുന്നേ? വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം. ഇപ്പൊ ഒരു ബിസിനസിന്റെ ആവശ്യമുണ്ടോ? വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കണ്ട. ഇത്രയും കാലം ജയിലിൽ കിടന്നു. ആവശ്യത്തിനുള്ള സ്വത്തും ഇവിടെയുണ്ട്. അതൊക്കെ നോക്കി നടത്തി വെറുതെ ഇരുന്നാ പോരെ? ജീവിച്ചു പോകാനാണെങ്കിൽ അത് മതി. പക്ഷെ എന്തെങ്കിലും ഞാൻ എൻ്റെ മോളെ കണ്ടെത്തില്ലേ? അവളിപ്പോ ഏത് നിലയിലാണെന്നും എനിക്കറിയില്ല. അവളുടെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കരുതി വെക്കണ്ടേ? അവളെ കാണുമ്പോ ഇത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞ് അച്ഛന് കൊടുക്കാൻ പറ്റണ്ടേ?